അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്നും എടുക്കുന്ന അവിടെ നിന്നെല്ലാം വീഡിയോ എടുക്കുന്നത് എൻ്റെ ബെഡ്റൂമിൽ നിന്നാണ്. പുറത്ത് ഞാൻ പറഞ്ഞിരുന്നു കല്യാണപ്പന്തലുണ്ടെന്ന്. അപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ആ സൗണ്ട് അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ സൗണ്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഉമ്മ പറഞ്ഞു നീ റൂമിൽ പോയിട്ട് എടുത്തോന്ന്. അപ്പോൾ പിന്നെ റിംഗ് ലൈറ്റ് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാട്ടോ. എത്രത്തോളം എഫക്റ്റ് ഉണ്ടെന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് മനസ്സിലാകുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പൊട്ടിയിട്ട് മേക്കപ്പ് ചെയ്തെന്നൊന്നും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കില്ലേ. കേട്ട് മതിയായി. അപ്പം ഞാൻ ഇന്നിപ്പോൾ പറയാൻ വന്നത് അതൊന്നുമല്ല കേട്ടോ. ഞാൻ ഇന്ന് പറയാൻ വന്നത് ഇന്നലെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഇന്നലെ വീട്ടിലൊരാൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു പിരിവിന്. അപ്പോൾ അവർക്ക് വീടില്ല എന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഉമ്മയും സത്യം പറഞ്ഞാൽ ഒന്ന് കരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാട്ടോ. അൽഹംദുലില്ലാ എൻ്റെ ഉപ്പാൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ റബ്ബ്. എൻ്റെ ഉപ്പ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തു കൊടുക്കട്ടെ. വേറെ ഒന്നുമല്ല, തെറ്റ് ചെയ്യാത്തവരാരുണ്ടാവില്ലല്ലോ. പക്ഷെ എൻ്റെ അറിവിൽ എൻ്റെ ഉപ്പ ആരോടും ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും നമ്മളങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, ഞാൻ തന്നെ പെർഫെക്റ്റാണ്, അതൊന്നല്ല. പക്ഷെ ഞാൻ പറയാൻ വന്നത് ഇന്നിപ്പോൾ കാണുന്ന ഒരു വീടുണ്ടല്ലോ, ഈ ഒരു ബെഡ്റൂം എൻ്റെതാണ്. ഒരു ബെഡ്റൂമുണ്ട്, 2 ബെഡ്റൂമേ ഉള്ളൂ. ഈ ഒരു വീട് ആയത് ഒത്തിരി പ്രയാസങ്ങൾ എൻ്റെ ഉപ്പ അനുഭവിച്ചിട്ടുണ്ട്. അറിയാലോ, മൂത്രസഞ്ചിയിൽ ക്യാൻസർ ആയിരുന്നു ഉപ്പക്ക്. അപ്പോൾ ഒരുപാട് ട്രീറ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷയില്ല, വീടൊന്നും വിറ്റിട്ട് നിങ്ങൾ വെറുതെ ചികിത്സിക്കേണ്ടതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വീടും വിൽക്കാതിരുന്നത്. ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഓരോ കല്ലും പണിക്കാര കൂട്ടത്തിൽ എൻ്റെ ഉപ്പ ആ ഒരു ട്യൂബ് ഇട്ടിട്ട് ഉപ്പ കടത്തിയിട്ടുണ്ട്. അപ്പോൾ അധ്വാനിക്കുന്ന ഒരാളായിരുന്നു. പച്ചക്കറി മാർക്കറ്റിൽ, പാളയം പച്ചക്കറി മാർക്കറ്റിൽ ഒരു പോർട്ടറായിരുന്നു. അപ്പം നല്ല പോലെ അധ്വാനിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഓരോ വിയർപ്പാണ് ഇവിടുത്തെ ഓരോ കല്ലും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കിത് വിൽക്കാൻ മനസ്സ് വരാത്തത്. പിന്നെ അത് മാത്രമല്ല, വെള്ളപ്പം വിൽക്കുന്ന പോലെ അല്ലല്ലോ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നതല്ല, എന്നെപ്പോലെ ഒരാൾ, ഒരുപാട് നല്ല ആളുകളെ കൂട്ടിയിട്ട് തന്നെ നമ്മളൊരാളെ ഫാമിലിയിൽ നിൽക്കാൻ പോയാൽ അതിപ്പോൾ ആരായിക്കോട്ടെ, ഉമ്മാൻ്റെ ഫാമിലി ആയിക്കോട്ടെ, ഉപ്പാൻ്റെ ഫാമിലി, എനിക്കിപ്പോൾ എൻ്റെതല്ലേ പറയാൻ പറ്റുക. നമ്മൾ അടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ പോയാലും സ്വീകരിക്കും, നല്ല പോലെ സ്വീകരിക്കും. ഒരു 3 ദിവസം കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാവും. അവരത് പറഞ്ഞിട്ടില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും. അത് നേരെ തിരിച്ച് അവരിപ്പോൾ എൻ്റെ വീട്ടിൽ വരികയാണെങ്കിലും അങ്ങനെ. ഞാൻ ആരും കുറ്റപ്പെടുത്തില്ല. അങ്ങനെയാണ് നമ്മളെ ജീവിതം. നമ്മളെ ഒരു ചെറിയ കുടിലാണെങ്കിലും പച്ചവെള്ളം കുടിച്ചിട്ട് കഴിയുന്നതിലെ സുഖം മറ്റൊന്നുമില്ല. മറ്റുള്ളവരെ വീട്ടിൽ നിന്ന് നമുക്ക് എത്രത്തോളം രുചികരമായ എന്ത് തന്നിട്ടും കാര്യമില്ല. ഞാൻ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല, ആരെയും ഒരു ഫാമിലിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. അങ്ങനെയാണ് നമ്മൾ ഒരിക്കലും നമ്മളെ വീടിനോളം ഒന്നും ആവില്ല. അപ്പം എന്നെപ്പോലെ ഒരാളെയും കൊണ്ടിട്ട് എൻ്റെ ഉമ്മ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എൻ്റെ ഉമ്മ അഫിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ ഫാമിലി, അല്ലെങ്കിൽ എൻ്റെ ഉപ്പാൻ്റെ ഫാമിലി, അവരൊക്കെ സ്വീകരിക്കും. ഇന്നും ഞങ്ങൾ പോയി വരുന്നു. ഇന്നല്ല, ഞാൻ ഇടയ്ക്ക് പോകുന്നുണ്ട് അഫിൻ്റെ വീട്ടിൽ. അത് അൽഹംദുലില്ലാ ഒരിക്കൽ നിൽക്കാത്ത കുഴപ്പമുള്ളൂ കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ വീടുണ്ടായിട്ട് നമ്മളൊന്ന് പോയി വരുമ്പോൾ ആ ഉള്ളതും നമുക്കൊന്നുമില്ലാതെ, നമ്മൾ വീടൊന്നും ഇല്ലാതെ അവരെ കൂടെ ഒരാളായിട്ട് നിൽക്കുന്നതും ഒരുപാട് മാറ്റമുണ്ട് ഇല്ലേ. ഞാനൊരു അഹങ്കാരത്തിൻ്റെ ഇതിൽ പറയല്ല. എനിക്ക് എൻ്റെതായ ഇപ്പം എൻ്റെ ഈ ബാത്റൂമിൻ്റെ ഡോറാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ എന്നാണ് യൂസാക്കൽ. പിന്നെ തീരും ജാസിയൊക്കെ വന്നാൽ ഇടയ്ക്ക് ഓതെടുക്കാനൊക്കെ പോകലുണ്ട്. അല്ലാണ്ട് ഉമ്മ പറയലുണ്ട് ഞാൻ ആർക്കും അങ്ങനെ യൂസാക്കാൻ കൊടുക്കലില്ല. അങ്ങനെയല്ല, എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ എൻ്റെതാണെന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അത്രത്തോളം കെയർ ചെയ്തിട്ട് തന്നെ കൊണ്ട് നടക്കലും. പക്ഷെ എൻ്റെ ബാത്റൂം ആണെന്ന് പെട്ടെന്ന് തോന്നിയില്ല. ഇങ്ങോട്ട് വന്നാൽ ചിലർ ആ ഇത് കണ്ടാൽ മാത്രമേ അറിയുള്ളൂ. ഞാൻ എന്നെ തന്നെ വെളുപ്പിക്കുന്നില്ല, പോട്ടെ, അത് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെയാണ്. എനിക്ക് എൻ്റെ കാര്യങ്ങളും എൻ്റെ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ കൊണ്ട് നടക്കുന്നത്. വേറെ ഒന്നുമില്ല. എനിക്ക് കർട്ടനിൽ സ്പ്രേ അടിക്കണം. ബെഡ്റൂമിൽ ഇടയ്ക്ക് ബെഡിലൊക്കെ ഒന്ന് പെർഫ്യൂം അടിക്കും.
അങ്ങനെയാണ്. എൻ്റെ ഉമ്മ പറയും ഈ ഇങ്ങനെ കൊണ്ടു നടന്നു. ഞാൻ എൻ്റെ ബെഡ്റൂം എനിക്ക് അങ്ങനെ കൊണ്ടു നടക്കണം, അതൊക്കെ എനിക്ക് വേറെ ഇടാൻ പറ്റുമോ എന്നാൽ അങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ ഇപ്പോൾ വേറൊരാളെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എനിക്കൊരു ബെഡ്റൂം വേണം, എനിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല. ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് അവർക്ക് പറ്റില്ലായിരിക്കാം. അങ്ങനെയാണ്. നടക്കാൻ കഴിയുന്ന ഒരാളെ കൂട്ടിയിട്ട് തന്നെ ഇപ്പോൾ ഓരോരുത്തർ വീട്ടിൽ പോയാൽ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ 2 കാല് കൊണ്ട് നടക്കാൻ പറ്റാതെ എന്നെയും കൊണ്ട് എൻ്റെ ഉമ്മ പോയുള്ള അവസ്ഥ എന്താ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അൽഹംദുലില്ലാ എനിക്ക് ഈ ഒരു വീടുണ്ടായിട്ടല്ലേ ഓരോ നിമിഷവും ഞാൻ ആലോചിക്കലുണ്ട്, ഉമ്മയെ ആലോചിക്കലുണ്ട്. എൻ്റെ ഉമ്മാട്ട പറഞ്ഞത് അവസാനത്തേക്ക് ഉപ്പ ഇത് ഞങ്ങൾ 10 വീടെടുത്തിട്ടുണ്ട്, വിൽക്കും വാങ്ങും തന്നെ അപ്പൊക്കെ പണി. അപ്പോഴും ഉപ്പ പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയായില്ലേ നമുക്ക് വിൽക്കാന്നൊക്കെ. അപ്പോഴാണ് ഇപ്പൊക്കെ അസുഖമായത്. അപ്പോൾ ഉമ്മ പറഞ്ഞു വേണ്ട, നമുക്കൊരു മോളുള്ളതാണ്, ഇവിടെയും കൊണ്ട് എവിടെയും പോകാൻ പറ്റില്ല. അത് കറക്റ്റായി. എന്നെ കൊണ്ട് പോകുന്നത് ആർക്ക് ബുദ്ധിമുട്ട് എന്നല്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ വളച്ചൊടുക്കിയല്ല പഠിച്ചോണ്ട് പേടിയാ പറയാം. അങ്ങനെയല്ല, എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ആ ഇഷ്ടം നിലനിൽക്കണമെങ്കിൽ നമ്മൾ നമ്മളെ വീട്ടിലായിരിക്കണം. സ്നേഹം അങ്ങനെയാണ്. ഒന്ന് അകന്ന് നിന്നിട്ടുള്ള ആ ഒരു സ്നേഹം ആവില്ല, എപ്പോഴും അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാവുക. എനിക്കങ്ങനെ തോന്നുന്നത്. നമ്മൾ എന്തിനൊരു ഗ്യാപ്പ് കൊടുക്കണം. സ്നേഹം മനസ്സിലല്ലേ. നമ്മൾ ആർക്കും ഒരു ബാധ്യത ആവരുത്. 5 വക്കത്തും അള്ളാൻ്റെ അടുത്ത് എനിക്കതാണ് പക്ഷോനെ ആർക്കും ഒരു ബാധ്യത ആവല്ലേ. നിങ്ങളെല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടാവുക. പക്ഷെ ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അറിയാലോ, ഇങ്ങനെയുള്ള ഒരു വീൽ ചെയറും ഇതിപ്പോൾ എനിക്ക് വട്ടിയും ഒരുപാട് സ്ഥലമൊന്നും എനിക്കില്ല. നിങ്ങൾ എൻ്റെ ഹോം ടൂർ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് എവിടെ കട്ടിയാലും എനിക്ക് പ്രശ്നമില്ല, എന്നോട് ആരും ചോദിക്കില്ല. എന്ന് വെച്ചാൽ എന്നോട് ആരും ചോദിച്ചെന്നല്ല കേട്ടോ. എനിക്ക് അതിൻ്റെ വീട്ടിൽ പോയാൽ ഭയങ്കര മാഷാഅല്ലാ ഓളാ ഡൈനിങ്ങൊക്കെ വലുതാണ്. എനിക്ക് ഇഷ്ടം പോലെ എൻ്റെ വീൽ ചെയറൊക്കെ വെച്ച് ഞാൻ അമ്മനോട് പറയും ഇവിടെ വീൽ ചെയർ വെച്ചാൽ പെട്ടെന്ന് കാണും, ഓളെ വീട്ടിൽ വെച്ചാൽ കാണില്ല. അലിമോനെ പേടിച്ച് ഒരു സൈഡിൽ വയ്ക്കാം. മാഷാഅല്ലാ വലിയ ഡൈനിങ് ആഫിക്ക്. പക്ഷെ ഓളൊന്നും പറഞ്ഞിട്ടല്ല, എനിക്കൊരു തൃപ്തിയുണ്ട്. എൻ്റെ വീട്ടിൽ എവിടെയും പോവാം. അതുകൊണ്ട് പറഞ്ഞതാ. അതിപ്പോൾ ഓൾക്കായാലും ഉണ്ടാവും, അത് നിങ്ങൾക്കായാലും ഉണ്ടാവും. അവനവൻ്റെ വീട്ടിലുള്ള ആ ഒരു പിടിയും കിട്ടില്ല. അപ്പം എൻ്റെ ഉപ്പ അങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടല്ലേ ഇന്നിപ്പോൾ എനിക്കൊരു വീടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ. അതാലോചിച്ചിട്ട് സന്തോഷമാണ് തോന്നിപ്പോയത്. ഇങ്ങനെ ഉണ്ടല്ലോ, ഇതെനിക്ക് കൊട്ടാരം. ഇന്നലെ വന്നാത്താത്ത കരയുന്നുണ്ട്. വീടൊക്കെ ഉണ്ടായിരുന്നു, മക്കൾ നശിപ്പിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ. അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇപ്പോൾ വന്നെത്താത്ത അങ്ങനെ തന്നെ ജോലി ചെയ്തിട്ട് അവർ ഒരു വീട്ടിൽ നിൽക്കുകയാണ്, ഒരാളെ പെയിൻ ഗസ്റ്റായിട്ട്. അങ്ങനെയും നിൽക്കാം. നിങ്ങൾ ഒറ്റയ്ക്ക് എനിക്കതും പറ്റുമോ? എൻ്റെ ഉമ്മ ചോദിച്ചാൽ എൻ്റെ ഉമ്മാനെ പറ്റും, എന്നെ ആർക്കും പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഉപ്പക്ക് സ്വർഗം കൊടുക്കണേന്ന്. അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള വീടത്. കൂടുതൽ എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഞാൻ സത്യം ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാവർക്കും അറിയാം ഉപ്പ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉപ്പ പണിക്കാരെ ലാഭിക്കാനല്ല, ഉപ്പക്ക് അങ്ങനെയാണ്. ഉപ്പക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഉപ്പ അങ്ങനെ എന്താ പറയുക, ജോലി ചെയ്ത് അവരുടെ കൂടെ തന്നെ കല്ല് കടത്താനും എല്ലാം ഉപ്പ ചെയ്യുന്നുണ്ട്. പിന്നെന്താ ഒറ്റ സങ്കടമുള്ളൂ, ഉപ്പ എന്താ ഇതിൽ ഒരുപാട് കാലം ജീവിച്ചില്ല. ഇതൊരു ഫ്രെയിമായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പം മരിക്കുമ്പോൾ ഇങ്ങനെ ഫുള്ള് പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, അങ്ങനെയല്ല ഫുള്ള് പണിയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഉപ്പാൻ്റെ പണി പാളയത്തുനിന്ന് വിറ്റതിൻ്റെ ശേഷമാണ് ഉമ്മ ഇങ്ങനെ ആക്കി മാറ്റിയത്. പക്ഷെ എനിക്ക് സ്വർഗ്ഗമാണ്, ഉമ്മക്കും സ്വർഗ്ഗമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ കിട്ടുന്നില്ല പറയാൻ. വീടില്ലാത്തവർക്കൊക്കെ പഠിച്ചും വീട് കൊടുക്കട്ടെ. അത് നടക്കുന്നിരിക്കുന്നതല്ല, ഒരു വീട് വേണം, അതാണ് വേണ്ടത്. അതിൽ പച്ചവെള്ളം കുടിച്ച് കഴിയാനാണെങ്കിലും അതിന് സുഖം മറ്റൊന്നുമില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഇപ്പോൾ കുറേ ആളുകൾക്ക് ഉണ്ടല്ലോ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒത്തിരി പേരുണ്ട് വീടില്ലാത്തവർക്ക്. ഒക്കെ കാണുമ്പോൾ സങ്കടമാവില്ല, പെട്ടെന്ന് തന്നെ ആവട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ എന്നും പറയും പോലെ ഞാൻ പറയുന്നു, എന്താ എൻ്റെ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ആക്കുക, അതേപോലെ സബ് ആക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.